most important formulas, ray optics, portion, lens. ഇന്നത്തെ ക്ലാസ്സിൽ റേ ഒപ്റ്റിക്സിൻ്റെ ഭാഗമായി വരുന്ന ലെൻസസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നീറ്റ് എക്സാമിനെ സംബന്ധിച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതിലെ തന്നെ ഏറ്റവും പ്രധാന ഭാഗങ്ങളായ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കേണ്ടത് ലെൻസസ് ആണ്. ഇതൊരു പ്ലേനോ കോൺവെക്സ് ലെൻസാണ്. പ്ലേനോ കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ ലെൻസിൻ്റെ ഒരു സൈഡ് പ്ലെയിനാണ്, അടുത്ത സൈഡ് കർവ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് μ-1/r. വളരെ പ്രധാനപ്പെട്ട ഫോർമുലയാണ്, ഓർത്തു വയ്ക്കുക. F μ-1/r. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പോർഷനാണ് സിൽവറിങ് ഓഫ് ലെൻസസ്. ഈ പ്ലെയിനോ കോൺവെക്സ് ലെൻസിനെ നമുക്ക് 2 രീതിയിൽ സിൽവർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്ലെയിൻ സർഫസ് സിൽവർ ചെയ്യാം, അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് സിൽവർ ചെയ്യാം. ഇപ്പോൾ പ്ലെയിൻ സർഫസ് സിൽവേർഡ് ആണെങ്കിൽ, സിൽവേർഡ് അറ്റ് പ്ലെയിൻ സർഫസ്, അപ്പോൾ അവിടെ നമുക്കൊരു ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 റിഫ്രാക്ഷനും 1 റിഫ്ലക്ഷനും നടക്കും. അപ്പോൾ ഫോക്കൽ ലെങ്തിൻ്റെ ഇക്വേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, r/2 × μ-1. അപ്പോൾ സിൽവേർഡ് അറ്റ് പ്ലെയിൻ സർഫസ് ആണ് എങ്കിൽ F r/2 × μ-1. വളരെ പ്രധാനപ്പെട്ട ഫോർമുലയാണ്, ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സിൽവർ ചെയ്ത ലെൻസ് ആക്ട്സ് ആസ് എ കോൺകേവ് മിറർ. സിൽവേർഡ് അറ്റ് പ്ലെയിൻ സർഫസ് ആണെങ്കിൽ ഇതൊരു കോൺകേവ് മിറർ പോലെ ആക്ട് ചെയ്യും. പ്ലെയിനോ കോൺവെക്സ് ലെൻസ് സിൽവേർഡ് അറ്റ് സ്ഫെറിക്കൽ സർഫസ്, ദെൻ ഫോക്കൽ ലെങ്തിൻ്റെ ഇക്വേഷൻ F r/2μ ആയിരിക്കും. അടുത്തതായി വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പോർഷനാണ് ബിഹേവിയർ ഓഫ് ലെൻസ് ഇൻ അതർ മീഡിയ. അതായത് എ കോൺവെക്സ് ലെൻസ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ അല്ലെങ്കിൽ ഇമേഴ്സ്ഡ് ഇൻ ഗ്ലിസറിൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μg എന്നെടുക്കാം. അപ്പം ഞാനിവിടെ g എന്ന് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് ആയതുകൊണ്ടാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് μg. അത് ഇമേഴ്സ് ചെയ്യുന്ന മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μm എന്നെടുത്തിരിക്കുന്നു. F ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് ഇൻ എയർ, FM ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് ഇൻ മീഡിയ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചേഞ്ച് വരുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നോക്കുക, μm റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആണെങ്കിൽ നേച്ചർ ഓഫ് ദി ലെൻസ് ചേഞ്ചസ്. അതായത് കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ കോൺകേവ് ആയിട്ട് ബിഹേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർക്കേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കമ്പയർ ചെയ്യേണ്ടത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം ലെസ് ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആണെങ്കിൽ നോ ചേഞ്ച് ആണ്. മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ ചേഞ്ച് ഇല്ല. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആണെങ്കിൽ നേച്ചർ ചേഞ്ചസ്. അവിടെ തന്നെ നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതും വരും, ഫോക്കൽ ലെങ്ത് ഡിക്രീസ് ചെയ്യുകയും വരും. കണ്ടീഷൻ നോക്കാം. ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അതായത് μg - μm എടുക്കണം. μg - μm divided by μm is greater than μg - 1 ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് ഇൻ മീഡിയം ഇൻക്രീസസ്. നിങ്ങൾ ഈ കണ്ടീഷൻ എഴുതി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. μg - μm divided by μm is greater than μg - 1, then focal length increases. ഇനി ഇതേ കണ്ടീഷൻ തിരിച്ചാണെങ്കിൽ μg - μm by μm less than μg - 1, then focal length decreases. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ
മീഡിയത്തിൽ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഡിക്രീസ് ചെയ്യുന്നുണ്ടോ എന്ന് ഈസി ആയിട്ട് അറിയാൻ പറ്റും. അടുത്തതായി മ്യൂ ജി മൈനസ് മ്യൂഎം ഡിവൈഡഡ് ബൈ മ്യൂഎം നിങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ജി മൈനസ് 1 എന്ന് പറഞ്ഞു. ലെസ് ദാനും അല്ല, നേരത്തെ കണ്ട കേസിൽ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ആയിരുന്നു. ലെസ് ദാൻ വന്നപ്പോൾ ഫോക്കൽ ലെങ്ത് കുറഞ്ഞു, ഗ്രേറ്റർ ദാൻ വന്നപ്പോൾ ഫോക്കൽ ലെങ്ത് കൂടി. ഇനി ഇത് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു, അതായത് എഫ് എം മീഡിയത്തിലെ ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു ഫോക്കൽ ലെങ്ത് ഇൻ എയർ ആയിരിക്കും. അതായത് മീഡിയത്തിലേക്ക് ഇമേഴ്സ് ചെയ്തെന്ന് പറഞ്ഞ് ഫോക്കൽ ലെങ്തിന് ചേഞ്ച് വരുന്നില്ല. അപ്പോൾ 3 കണ്ടീഷനുണ്ട്. മീഡിയത്തിൽ ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, സെയിം ആയിരിക്കാം. അവിടെ നമ്മൾ കമ്പയർ ചെയ്യേണ്ട ഫാക്ടർ മ്യൂ ജി മൈനസ് മ്യൂ എം ഡിവൈഡഡ് ബൈ മ്യൂ എം. അതിനെ മ്യൂ ജി മൈനസ് 1 കമ്പയർ ചെയ്യാം. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. ഇമേഴ്സ് ചെയ്യാൻ പോകുന്ന മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഈക്വലായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ലെൻസ് ഈസ് ഇൻവിസിബിൾ, ലെൻസ് കാണാൻ പറ്റത്തില്ല. അപ്പം മജീഷ്യൻസൊക്കെ ലെൻസിനെ നമ്മളൊരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇമേഴ്സ് ചെയ്തു അപ്പോൾ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് അവിടെ ഒരു അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ലിക്വിഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഈക്വൽ ആണെങ്കിൽ ലെൻസ് ഇൻവിസിബിൾ ആയിരിക്കും. ആൻഡ് ഇറ്റ് ബിഹേവ്സ് ആസ് എ പ്ലെയിൻ ഗ്ലാസ് സ്ലാബ്. അതൊരു പ്ലെയിൻ ഗ്ലാസ് സ്ലാബ് പോലെ ബിഹേവ് ചെയ്യും. ഇനി നമുക്കൊരു ഇക്വേഷനും കൂടെ പഠിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ് എഫ് എം ബൈ എഫ് എ, ഫോക്കൽ ലെങ്ത് ഇൻ മീഡിയം ഡിവൈഡഡ് ബൈ ഫോക്കൽ ലെങ്ത് ഇൻ എയർ ഇസ് ഈക്വൽ ടു മ്യൂ ജി മൈനസ് 1 ഡിവൈഡഡ് ബൈ മ്യൂ ജി മൈനസ് മ്യൂ എം ഇൻറ്റു മ്യൂ എം. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതി വെച്ച് പഠിക്കുക. ഇപ്പം നമ്മൾ ഈ കണ്ട ഇക്വേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ തിയറിയുടെ പോർഷൻ പഠിച്ചപ്പോൾ, അതായത് ബോർഡ് എക്സാമിന് പഠിച്ചപ്പോൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാത്ത പോർഷൻസാണ്. അതുകൊണ്ട് എഴുതി പഠിക്കുക. എൻട്രൻസ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ലെൻസിൻ്റെ കട്ടിങ് ഓഫ് ലെൻസസ്. അതായത് എ കോൺവെക്സ് ലെൻസ് ഈസ് കട്ട് ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ്. ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്കൊരു ലെൻസിനെ 2 രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റും. അതായത് അതിനെ വെർട്ടിക്കലായിട്ട് 2 ഈക്വൽ ഹാഫ്സ് ആക്കാൻ പറ്റും, ഇവിടെ തന്നിരിക്കുന്ന പോലെ. അപ്പോൾ ഇങ്ങനെയാണ് ഈക്വൽ ഹാഫ്സ് ആക്കുന്നതെങ്കിൽ നോക്കൂ, നമുക്ക് കിട്ടിയ ഓരോ പാർട്ടിൻ്റെയും ഫോക്കൽ ലെങ്ത് രണ്ട് ലെൻസിൻ്റെ പീസസ് കിട്ടിയിട്ടുണ്ട്. അത് 2 പ്ലെയിനോ കോൺവെക്സ് ലെൻസസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടിനും ഈക്വൽ ഫോക്കൽ ലെങ്ത് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 2f ആയിരിക്കും. അപ്പോൾ പവർ ചേഞ്ച് ചെയ്യുന്നത് പവർ p/2. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. അപ്പം ശ്രദ്ധിക്കേണ്ടത്, കോൺവെക്സ് ലെൻസിനെ 2 ഈക്വൽ പാർട്സ് ആക്കുന്നത് അതിനെ വെർട്ടിക്കലായിട്ട് സെൻറ്ററിലൂടെ ആണെങ്കിൽ we will get 2 plano convex lenses with the equal focal length, and that focal length is equal to 2f and its power equal to p divided by 2. Then next വരുന്നത് it is cut into 2 equal halves horizontally through the center. അതിനെ സെൻറ്ററിലൂടെ ഹൊറിസോണ്ടലായിട്ട് 2 ഈക്വൽ ഹാഫ്സ് ആക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ഓരോ ഈക്വൽ ഹാഫിൻ്റെയും ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് ദി ഒറിജിനൽ ലെൻസ്. ഒറിജിനൽ ലെൻസിൻ്റെ അതേ ഫോക്കൽ ലെങ്ത് ആയിരിക്കും, എഫ് ആയിരിക്കും. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് പി ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ്റെ 2 ഫോർമുല ഓർത്ത് വയ്ക്കേണ്ട കാര്യമുണ്ട്. എം ഇസ് ഈക്വൽ ടു എഫ് മൈനസ് വി ബൈ എഫ്, എഫും വിയും തന്നിരുന്നാൽ. അതുപോലെ എം ഈക്വൽ ടു എഫ് ബൈ എഫ് പ്ലസ് യു, യുവും എഫും ആണ് തരുന്നതെങ്കിൽ എം കണ്ടുപിടിക്കേണ്ട ഫോർമുല. ദെൻ പിന്നെ ഓർക്കേണ്ടത് 2 lenses ആർ സെപ്പറേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഡി. ദെൻ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് അതിൻ്റെ റെസിപ്രോക്കൽ 1/f ഇസ് ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2 മൈനസ് d/f1 f2. ഇവിടെ തന്നെ ഡിസ്റ്റൻസ് ഇല്ല, വളരെ ക്ലോസ് ആണ്, രണ്ടും അടുത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ d 0 ആവുന്നു. ദെൻ 1/f ഇസ് ഈക്വൽ ടു 1/f1 പ്ലസ്. ഇനി തന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ഫോർമുലാസ് ആണ്.
1/v minus 1/u is equal to 1/f, Lenz's equation. Then 1/f is equal to n2 minus n1 by n1 into 1/r1 minus 1/r2. Magnification m is equal to v by u. Focal length of combination 1/f is equal to 1/f1 plus 1/f2. Power ആണെങ്കിൽ p equal to p1 plus p2 plus etc. Magnification m1 into m2 into m3. നീറ്റിന് ഈ പോർഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പല തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.